മുനമ്പം തീരത്ത് നിന്ന് പുറപ്പെട്ട സംഘം ഇന്ന് ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടന്നതായി സൂചന. ബോട്ടിൽ കരുതിയിരുന്ന ഭക്ഷണ വസ്തുക്കളും ഇന്ധനശേഖരവും തീർന്നതാണ് കാരണം. 230 അംഗ സംഘത്തിന്റെ ലക്ഷ്യം ന്യൂസിലൻഡാണെന്നും പോലീസ് കരുതുന്നു. മനുഷ്യക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളതിനാൽ നയതന്ത്ര ഇടപെടലുകൾക്കുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കേസാണ്. ഇതിൽ തന്നെ പ്രധാന പ്രതികളിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളിൽ പ്രതിസന്ധി കണ്ട സാഹചര്യത്തിലാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു നയതന്ത്ര ഇടപെടലുമായി പോലീസ് അന്വേഷണം വിപുലീകരിക്കുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ് ഇത്തരത്തിൽ നയതന്ത്ര ഇടപെടലിന് വേണ്ടി പോലീസ് ശ്രമിക്കുന്നതും. എന്തായാലും മുനമ്പം തീരത്തു നിന്നും ഒരാഴ്ച മുൻപ് പുറപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 230 അംഗ സംഘമാണ് ഇപ്പോൾ ഇന്ത്യൻ സമുദ്ര അതിർത്തി കടന്നതെന്നും ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടന്നതായും പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം ന്യൂസിലൻഡ് ആണെന്നും പോലീസ് കരുതുന്നു. നേരത്തെ ഓസീസ് തീരത്തേക്ക് ഇവർ കടക്കുന്നു എന്നായിരുന്നു പോലീസ് ആദ്യം നിഗമനത്തിലെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ ഒരു സഞ്ചാര ദിശ അനുസരിച്ച് ന്യൂസിലൻഡ് ആണ് അവരുടെ ലക്ഷ്യമെന്ന് പോലീസ് കരുതുന്നു. ബോട്ടിൽ കരുതിയിരുന്ന ഭക്ഷ്യവസ്തുക്കളും അതോടൊപ്പം തന്നെ ഇന്ധന ശേഖരണവും എല്ലാം തന്നെയും തീർന്നത് കാരണമാണ് ഇവർ ഇപ്പോൾ ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ മുനമ്പത്ത് നിന്നും ന്യൂസിലൻഡിലേക്ക് കടൽ മാർഗം ഏകദേശം 11,470 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് 47 ദിവസമെങ്കിലും തുടർച്ചയായി യാത്ര ചെയ്താൽ മാത്രമേ ന്യൂസിലൻഡ് തീരത്തെത്തൂ. ഇങ്ങനെ ബോട്ടിൽ ഒറ്റയടിക്ക് ദൈർഘ്യമേറിയ യാത്ര പ്രയാസമായതിനാലാണ് ഇവർ ഇന്തോനേഷ്യൻ ലക്ഷ്യമാക്കാൻ കാരണമെന്നും പോലീസ് കരുതുന്നു. ഈ മനുഷ്യക്കടത്തിന് ഒരു അന്താരാഷ്ട്ര ബന്ധം സംശയിക്കുന്നതിനാൽ വിദേശ അന്വേഷണ ഏജൻസികളുടെ സഹായവും തേടാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ചെല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ഒരു നയതന്ത്ര ഇടപെടലുകൾക്കുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യക്കടത്തിന്റെ ഒരു സൂത്രധാരൻ എന്ന് പോലീസ് ഇപ്പോഴും കരുതുന്ന ശ്രീകാന്തിന്റെ ബംഗാളിന്റെ വീട്ടിൽ പോലീസ് കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്നും പാസ്പോർട്ടുകളും ചെക്കുകളും ആധാരങ്ങളെല്ലാം തന്നെയും കണ്ടെടുത്തിരുന്നു. കൂടാതെ ചില സ്വിസ് ബാങ്ക് നിക്ഷേപ രേഖകളും തമിഴിൽ എഴുതിയ ചില രേഖകളും നാണയ കഴിവുകളെല്ലാം തന്നെയും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീകാന്തിന്റെ തന്നെ കൂട്ടാളിയായ അനിൽകുമാറിനെ ഈ ബംഗാളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ബോട്ടിൽ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പണം തികയാത്തതിനാൽ മടങ്ങിയ 2 പേർ ദീപക്, പ്രഭു എന്നിങ്ങനെ 2 പേരെ പോലീസ് നേരത്തെ ഡൽഹിയിൽ നിന്നും പിടികൂടിയിരുന്നു. ഇവരെ കൊച്ചിയിലെത്തി പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇവിടെ ഭാര്യമാരും കുട്ടികളെല്ലാം തന്നെ മുൻപത്ത് നിന്നും പുറപ്പെട്ടതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ ഡൽഹിയിലെ അംബേദ്കർ കോളനി, ചെന്നൈ എന്നിവിടെ നിന്നുള്ള ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘമാണ് മുനമ്പത്ത് നിന്നും യാത്ര ചെയ്തിരിക്കുന്നത്. ഇവർക്ക് മുനമ്പം, മാലിങ്കര എന്നീ ഇവിടങ്ങളിലെ പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും വിശദമായൊരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇപ്പോൾ ഇന്തോനേഷ്യൻ തീരത്തേക്ക് അടുക്കുന്നതാണ് പോലീസിന് ലഭിക്കുന്ന വ്യക്തമായ സൂചന. കൃഷ്ണി, സിബി, നേരത്തെ ദില്ലി സ്വദേശി പ്രഭുവിനെ ചോദ്യം ചെയ്തിരുന്നല്ലോ. അയാളെ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ എത്രത്തോളം ആൾക്കാർ മുനമ്പം ഹാർബർ വഴി കടന്നു എന്നതിൽ വ്യക്തമായ ഒരു കണക്ക് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? കാരണം ഈ 230 എന്നത് വ്യക്തമായ കണക്കാണോ, അതോ അതിലും കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? ഈ 230 എന്നുള്ള ഒരു വ്യക്തമായ കണക്ക് അല്ലെങ്കിൽ കൃത്യമായ കണക്കെന്ന് പോലീസ് പറയുന്നില്ല. കാരണം 230-ലധികം ആളുകൾ എന്തായാലും ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. മുനമ്പത്ത് മാത്രമല്ല ഈ കേരളത്തിന്റെ മറ്റ് തീരദേശ മേഖലകളിൽ നിന്നെല്ലാം തന്നെയും ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. കൂടാതെ മുൻപും കേരളത്തിൽ മനുഷ്യക്കടത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന ഒരു വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കാൻ എത്തിയ 2 പേർ എത്തുകയും അവർ മടങ്ങുകയും ചെയ്ത അവരെ പോലീസ് ഇപ്പോൾ പിടികൂടി ഇവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. എന്നാലും ഇവർക്ക് പണം ലഭിക്കാത്തതുകൊണ്ടും ചില ആളുകൾ ബോട്ടിൽ സ്ഥലം ഇടമില്ലാത്തതുകൊണ്ടും തിരികെ പോയ ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ പോലീസ് വ്യക്തമായി അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ പേർ ഇത്തരത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും വ്യക്തമായ കണക്കുകൾ ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൃഷ്ടി, മുൻപ് മനുഷ്യക്കടത്തിൽ രാജ്യാന്തര അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ അന്വേഷണം വിപുലീകരിക്കാൻ കേരള പോലീസ് വിശദാംശങ്ങൾ നൽകിയത് സിബി ജോസഫാണ്. നിരാഹാര സമരം ലക്ഷ്യം കണ്ടില്ലെന്ന PS ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപിയിൽ അമർഷം മുറുകുന്നു. പാർട്ടി അധ്യക്ഷന്റെ പ്രസ്താവനകൾ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നുവെന്നാരോപിച്ച് ഒരു വിഭാഗം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാനും ഒരുങ്ങുന്നു. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്നാണ് ഒരുപറ്റം നേതാക്കളുടെ പ്രധാന പരാതി. അതിനിടെ ശബരിമല സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ബിജെപി ഒഴിവാക്കി സമരം നേരിട്ട് RSS ഏറ്റെടുക്കുകയാണ്.
ബി.ജെ.പിയിലെ ഗ്രൂപ്പ് പോരിനാക്കം കൂട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരനും അടുത്ത അനുയായി കെ സുരേന്ദ്രനും ഇന്നലെ അവസാനിച്ച നിരാഹാരത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. നിരാഹാരം പ്രഖ്യാപിച്ചതിനും പിൻവലിച്ചതിനും തങ്ങൾ ഉത്തരവാദികളല്ലെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ഇരുവരും വിട്ടുനിന്നത്. കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും മണ്ടത്തരമായി അവസാനിക്കുന്നു. അത് പാർട്ടിയുടെ യശസ്സിന് വലിയ തോതിൽ കളങ്കം വരുത്തുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. പാർട്ടി അധ്യക്ഷനായ പി.എസ്. ശ്രീധരൻപിള്ള നിരാഹാര സമരം വിജയിച്ചില്ലെന്ന് വിളിച്ചു പറഞ്ഞത് രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കിയെന്ന് അവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടും. സംസ്ഥാന നേതൃത്വത്തിന്റെ അബദ്ധങ്ങൾ അക്കമിട്ട് നിരത്തി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാനാണ് ഒരു വിഭാഗം നേതാക്കൾ ഒരുങ്ങുന്നത്. എം.ടി. രമേശ്, എ.എൻ. രാധാകൃഷ്ണൻ, പി.കെ. കൃഷ്ണദാസ് എന്നീ ത്രിമൂർത്തികൾക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹമായി പാർട്ടി അധ്യക്ഷൻ മാറിയെന്നാണ് അവരുടെ പ്രധാന പരാതി. ഇതിനു മാറ്റം വരണം. പ്രധാന തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ഭാരവാഹി യോഗം ചേരണമെന്നീ ആവശ്യങ്ങളാണ് പരാതിയിൽ മറ്റാവശ്യങ്ങളായി ഉന്നയിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി എറണാകുളം, ഇടുക്കി ജില്ലാ അധ്യക്ഷന്മാരെ ഉടൻ മാറ്റി അഴിച്ചുപണി വേണമെന്നാണ് മറ്റൊരാവശ്യം. ജനുവരി 27-ന് 2 ലക്ഷം യുവാക്കളെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന റാലിയുടെ പണിപ്പുരയിലാണ് ബി.ജെ.പി. തിരുവനന്തപുരത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗമം ഉദ്ദേശിച്ച ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനവുമുണ്ട്. 2 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും 40,000-ൽ താഴെ ആളുകൾ മാത്രമേ വന്നുള്ളൂ എന്നാണ് വിലയിരുത്തൽ. ശബരിമല സമരത്തിൽ പങ്കെടുത്ത നിരവധി പ്രവർത്തകർ ജാമ്യത്തുക കെട്ടിവെക്കാനാവാതെ വിവിധ ജയിലുകളിൽ കിടക്കുമ്പോൾ കോടികൾ ചിലവഴിച്ചുള്ള റാലികളിൽ നിന്നും സാധാരണ പ്രവർത്തകർ മാറി നിൽക്കുന്നത് ബി.ജെ.പിക്ക് മറ്റൊരു തലവേദനയായിട്ടുണ്ട്. ഇതിനിടയിലാണ് നേതൃത്വത്തിന്റെ ദിശാബോധമില്ലായ്മയെ ചൊല്ലി ഒരു വിഭാഗം നേതാക്കൾ പരാതി കുരുങ്ങുന്നത്. അതിനിടെ ശബരിമല സമരത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ബി.ജെ.പി. ഒഴിവാക്കി സമരം നേരിട്ട് RSS ഏറ്റെടുക്കുകയാണ്. ശബരിമല കർമ്മസമിതിയാവും ഇനി അങ്ങോട്ട് സമരരൂപം തീരുമാനിക്കുക. കൈവന്ന സുവർണാവസരം ബി.ജെ.പി. തുലച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് RSS എത്തിയത്. എസ്. ജീവൻകുമാർ, തിരുവനന്തപുരം. സിബിഐ ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിനെതിരായ പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നാഗേശ്വർ റാവുവിന്റെ നിയമനം ചോദ്യം ചെയ്ത സന്നദ്ധ സംഘടനയായ കോമൺ കോസാണ് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹർജി ഉടനെ പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. സിബിഐ ഇടക്കാല ഡയറക്ടറെ നിയമിക്കേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ്. എന്നാൽ നാഗേശ്വർ റാവുവിനെ നിയമിച്ചത് അങ്ങനെ അല്ലാത്തതിനാൽ നിയമനം റദ്ദാക്കണമെന്നാണ് കോമൺ കോസിന്റെ ആവശ്യം. അലോക് വർമ്മയെ മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഡയറക്ടറായ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. അടുത്ത സിബിഐ ഡയറക്ടറെ തെരഞ്ഞെടുക്കാനുള്ള ഉന്നതതല സമിതി യോഗം ജനുവരി 24-ന് നടക്കും. ശബരിമല വിഷയത്തിലെ റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലായതിനാൽ ആ ഒരു സാഹചര്യത്തിൽ ഈ റിട്ട് ഹർജികൾ പരിഗണിക്കുന്നതിൽ കാലതാമസമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തീരുമാനമാകുമ്പോൾ വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും തുറന്ന കോടതിയിൽ ജനുവരി 22 നാളെ പരിഗണിക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ആദ്യമേ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ തവണയും മണ്ഡല മകരവിളക്ക് സീസണാണ്, അതുകൊണ്ട് തന്നെ ഹർജി ഉടനെ പരിഗണിക്കുന്നത് പല തവണ പല അഭിഭാഷകർ മെൻഷൻ ചെയ്തിരുന്നു. പല ഹർജികൾ നൽകുമ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അപ്പോഴൊന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആ കാര്യം അംഗീകരിച്ചിരുന്നില്ല. എല്ലാ ഹർജികളും ശബരിമലയെ ബന്ധപ്പെട്ട എല്ലാ ഹർജികളും ജനുവരി 22-ന് പരിഗണിക്കാമെന്നായിരുന്നു ആദ്യമേ വ്യക്തമാക്കിയത്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ പ്രകാരം താൽക്കാലിക പട്ടികയിലാണ് വന്ന 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ അത് താൽക്കാലിക പട്ടികയാണ്, അതുകൊണ്ട് തന്നെ അത് ഉറപ്പില്ല. കാരണം അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് തീയതിയാണ്, അതുകൊണ്ട് തന്നെ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതൊരു അന്തിമ ലിസ്റ്റായി തന്നെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷെ എന്തായാലും അത് ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇപ്പോഴും അവധിയിലാണ്. അവർ അവധി കഴിഞ്ഞ് തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആഴ്ചയിലെ ലിസ്റ്റുകൾ നോക്കുമ്പോൾ ഈ വരുന്ന ആഴ്ചയിലെ ലിസ്റ്റിൽ തന്നെ ഇന്ദു മൽഹോത്രയുടെ പേര് എവിടെയും തന്നെ ഒരു കോടതിയുടെ ബെഞ്ചിലും അവർ ഇരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച അവർ തിരിച്ച് കോടതിയിൽ എത്തില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതിന് തോന്നുന്നത് അടുത്ത ആഴ്ചയിലേക്കായിരിക്കും, ഫെബ്രുവരി മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെയായിരിക്കും ബാക്കിയുള്ള റിവ്യൂ പെറ്റീഷനുകൾ കോടതിയിൽ പരിഗണന വരിക എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ നവംബർ 13-ന് 4
റിട്ട് ഹർജികളും പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 8-ന് ഈ റിട്ട് ഹർജികൾ താൽക്കാലികമായി ഷെഡ്യൂൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതിന് മുമ്പായി തന്നെ ബാക്കിയുള്ള റിവ്യൂ പെറ്റീഷനുകൾ കേൾക്കാമെന്നാണ് അദ്ദേഹം ആദ്യമേ വ്യക്തമാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു അങ്ങനെ തലത്തിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം റിവ്യൂ പെറ്റീഷൻ 50ഓളമുള്ള റിവ്യൂ പെറ്റീഷനുകൾ കേട്ടതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള റിട്ട് ഹർജിയിൽ കടക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തന്നെ ഫെബ്രുവരി 8-ന് റിട്ട് ഹർജി കേൾക്കാമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച സ്ഥിതിക്ക് അതിന്റെ മുമ്പാകെ തന്നെ ഫെബ്രുവരി ആദ്യ വാരം തന്നെ ഈ വിഷയത്തിലുള്ള ബാക്കിയുള്ള റിവ്യൂ പെറ്റീഷൻ എല്ലാം തന്നെ കോടതിയിലെ പരിഗണനയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിലവിൽ തന്നെ ഈ 4 റിട്ട് ഹർജികളാണ് സുപ്രീം കോടതിയിലെ പരിഗണനയിൽ ഇപ്പോഴുള്ളത്. നിലവിൽ തന്നെ ചെന്നൈ സ്വദേശി വിജയകുമാർ, മുംബൈ സ്വദേശി ശൈലജ വിജയൻ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് എസ് ജയരാജ് കുമാർ എന്നിവരും അതുപോലെ തന്നെ അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടന നൽകിയ ഹർജികളടക്കം 4 റിട്ട് ഹർജികളാണ് ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കുമെന്നുള്ള വെബ്സൈറ്റിലുള്ളത്. എന്തായാലും ശനിയാഴ്ചയാണ് ഈ പറഞ്ഞ ഡേറ്റ് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്താണ് സുപ്രീം കോടതി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ 8-ാം തീയതിക്ക് മുമ്പാകെ തന്നെ ബാക്കിയുള്ള റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയെ പരിഗണന വരുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. നിലവിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 27 വരെ അവധി നീട്ടിയതായി തന്നെയുള്ള വാർത്തകളും അതുപോലത്തെ സുപ്രീം കോടതി വൃത്തങ്ങൾ അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ ആഴ്ചത്തെ ഒരു ലിസ്റ്റിൽ തന്നെ ഈ ആഴ്ച ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള ഒരു ബെഞ്ചിലും ഈ പറഞ്ഞ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര സിറ്റിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ അവധിയിൽ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കുക. അതുപോലെ തന്നെ ജനുവരി 27-ന് അവർ എത്തും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ക്രിസ്റ്റീന, ഹരീഷ്, അതോടൊപ്പം തന്നെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായിട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷം മാത്രം റിട്ട് ഹർജികൾ ഇനി പരിഗണിക്കൂ എന്ന് തന്നെയായിരുന്നു നേരത്തെയും തീരുമാനം. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ ഇത് ഫെബ്രുവരി 8 എന്നത് തന്നെ വ്യക്തമായ കണക്ക് തന്നെയല്ലേ? ആ ഒരു തീയതിയിൽ ഇനി മാറ്റത്തിനുള്ള സാധ്യതകൾ കണക്കാക്കേണ്ടതുണ്ടോ? തീർച്ചയായും അതൊരു അന്തിമ ലിസ്റ്റായി തന്നെ പരിഗണിക്കാൻ വേണ്ടി സാധിക്കില്ല. അതിൽ തന്നെ മാറ്റം വരും. അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് തീയതി മാത്രമാണ്. അതൊരു താൽക്കാലിക പട്ടികയാണ്. ആ താൽക്കാലിക പട്ടിക അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് അത് ഉറപ്പ് ഡേറ്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൽ തന്നെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഫെബ്രുവരി 8-ന് ഈ പറഞ്ഞ 4 റിട്ട് ഹർജികളും പരിഗണിച്ചേക്കും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ എന്തായാലും ഈ റിട്ട് ഹർജികൾ ഈ പറഞ്ഞ 8-ാം തീയതിക്കുള്ളിൽ പരിഗണിച്ചേക്കും എന്നുള്ള താൽക്കാലിക പട്ടികയിൽ പ്രവേശിച്ചത് കൊണ്ട് തന്നെ നോക്കുമ്പോൾ നിലവിൽ ചീഫ് ജസ്റ്റിസിന്റെ ആദ്യ വാക്കുകൾ അദ്ദേഹം ആദ്യം തന്നെ കോടതിയിൽ ഈ പക്ഷേ നവംബർ 13-ന് പരിഗണിച്ചത് വെച്ച് മനസ്സിലാക്കുമ്പോഴാണ് നിലവിൽ റിട്ട് ഹർജിക്ക് മുമ്പേ തന്നെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പുനഃപരിശോധനാ ഹർജികൾ കേട്ടതിന് ശേഷം റിട്ട് ഹർജിയിലേക്ക് കടക്കാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഫെബ്രുവരി 8 റിട്ട് ഹർജി വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ തന്നെ ബാക്കിയുള്ള പെറ്റീഷനുള്ള റിവ്യൂ പെറ്റീഷൻ മൊത്തം കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ പറഞ്ഞ റിട്ട് ഹർജി ഫെബ്രുവരി 8-ന് കേൾക്കുമെന്നുള്ളത് അന്തിമ ലിസ്റ്റ് അല്ല, അതൊരു താൽക്കാലിക ലിസ്റ്റ് മാത്രമാണ്. ആ താൽക്കാലിക ലിസ്റ്റിൽ തന്നെ മാറ്റം വന്നേക്കാം. പക്ഷേ എന്തായാലും ഫെബ്രുവരി ആദ്യ വാരത്തോടു കൂടി തന്നെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഈ മാസം ജനുവരി അവസാനത്തോടെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ആദ്യ വാരത്തിലെ ആദ്യ കേസായി തന്നെ പരിഗണനയിൽ വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനുവരി 22-ന് ഈ കേസും എല്ലാം തന്നെ റിവ്യൂ പെറ്റീഷനും ബാക്കിയുള്ള ഈ ശുദ്ധിക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസുകളും ബന്ധപ്പെട്ട ശബരിമലയെ ബന്ധപ്പെട്ട എല്ലാ ഹർജികളും ഒപ്പം ജനുവരി 22-ന് പരിഗണിക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ആദ്യമേ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവധിയിൽ പ്രവേശിച്ചത് കൊണ്ടാണ് ഈ കേസ് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ആദ്യ വാരത്തോട് കൂടി തന്നെ ശബരിമല റിവ്യൂ പെറ്റീഷനുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ബെഞ്ചിന്റെ പരിഗണനയിൽ എത്തുമെന്നാണ് അഭിഭാഷക വൃത്തങ്ങളിൽ നമുക്ക് കിട്ടുന്ന സൂചന. പക്ഷെ എന്തായാലും ഈ കാര്യങ്ങളൊന്നും തന്നെ അന്തിമ ലിസ്റ്റ് അല്ല. അന്തിമ ലിസ്റ്റ് എന്തായാലും അടുത്ത ആഴ്ചയോട് കൂടി തന്നെ പുറത്തു വരാൻ സാധ്യതയുള്ളൂ. നിലവിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയ വാക്കുകളും അതിൽ നിന്നുള്ള സൂചനകൾ ലഭിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കുമെന്നാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ജനറേറ്റഡ് തീയതി പ്രകാരം സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ക്രിസ്റ്റീന, ഹരീഷ്, അതോടൊപ്പം തന്നെ ചരിത്രപ്രസിദ്ധമായ യുവതീ പ്രവേശനത്തിൽ ശബരിമലയിൽ വിധി വന്നപ്പോൾ വിയോജിച്ചു നിന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര തന്നെയായിരുന്നു. ഇപ്പോൾ അവരുടെ അവധിക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ റിട്ട് ഹർജികൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇരിക്കുമ്പോൾ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും സുപ്രീം കോടതിയെ പരിഗണന വരൂ. അതുകൊണ്ട് തന്നെയാണ് ജനുവരി 22-ന് കേസ് പരിഗണിക്കാനുള്ളപ്പോൾ തന്നെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലായതുകൊണ്ട് തന്നെ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നതും. 5-അംഗ ഭരണഘടനാ ബെഞ്ച് എന്നാണോ വരുന്നത് അന്ന് മാത്രമേ കേസ് പരിഗണനയിലെത്തുമെന്ന് ഇതിന്റെ മുമ്പേ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയതാണ്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ഇതിന്റെ മുമ്പാകെ ഒരു ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ വന്ന സമയത്ത് അവിടെ മെൻഷനിങ് നടന്നിരുന്നു. ആ മെൻഷനിങ് നടന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി ജനുവരി 22-ന് ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ആ കാര്യമെല്ലാം നമുക്ക് കാത്തിരുന്നു കാണാം. കാരണം ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലാണെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ
നോക്കുമ്പോൾ എന്തായാലും 5-അംഗ ഭരണഘടനാ ബെഞ്ച് വരാതെ ഒരു തരത്തിലും കേസ് പരിഗണിക്കുകയില്ല. അത് ഈ പറയുന്ന കേസ് നിലവിൽ തന്നെ തത്സമയമായി ശബരിമല വിധി പ്രസ്താവന അല്ലെങ്കിൽ ശബരിമല കേസ് വളരെ വലിയ കേസാണ്. അതുകൊണ്ട് തന്നെ അത് തത്സമയമായി സംപ്രേഷണം ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഒരു ഹർജിയായിരുന്നു കോടതി മുമ്പാകെ. അത് മെൻഷൻ ചെയ്ത സമയത്താണ് മാത്യൂസ് നെടുമ്പാറ എന്ന അഭിഭാഷകനായിരുന്നു അത് മെൻഷൻ ചെയ്തത്. ആ സമയത്താണ് കോടതി വ്യക്തമാക്കിയത് ജനുവരി 22 പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് കോടതി അന്ന് വ്യക്തമാക്കിയത്. അപ്പൊ എന്താ ഈ വരുന്ന 27-ാം തീയതി ജനുവരി 27-ാം തീയതി കൂടി തന്നെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര തിരിച്ച് ജോലി പ്രവേശിക്കുമെന്നാണ് സുപ്രീം കോടതി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. 27 കൂടി തന്നെ അവിടെ അവധി അവസാനിക്കുന്നു. 27 അവർ അവധിയിലാണെന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പൊ അതിനുശേഷം തന്നെ വരുന്ന ലിസ്റ്റിൽ പ്രകാരം ഫെബ്രുവരി ആദ്യ വാരത്തോടു കൂടി തന്നെ ശബരിമല റിവ്യൂ പെറ്റീഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും കോടതിയെ പരിഗണിക്കും. പക്ഷെ അതിനുശേഷം തന്നെയായിരിക്കും റിട്ട് ഹർജി പരിഗണിക്കുന്നത്. റിട്ട് ഹർജി എന്തായാലും ഫെബ്രുവരി 8-നെ പരിഗണിക്കൂ അല്ലെങ്കിൽ പരിഗണിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ക്രിസ്റ്റീന, ശബരിമല വിഷയത്തിലെ റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിക്കും. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നായിരുന്നു നാളെ പരിഗണിക്കേണ്ട റിട്ട് ഹർജികൾ പരിഗണിക്കുന്നതിൽ കാലതാമസം ഉണ്ടായത്. വിശദാംശങ്ങൾ നൽകിയത് ഹരീഷാണ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. യുവതീ പ്രവേശനത്തെ തുടർന്ന് സന്നിധാനത്ത് ശുദ്ധികലശം നടത്തിയ തന്ത്രിക്ക് വിശദീകരണം നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 15 ദിവസത്തെ സാവകാശം നൽകി. വിശദാംശങ്ങൾ നൽകാൻ ഷീജ ചേരുകയാണ്. ഷീജ, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ദളിത് യുവതി സന്നിധാനത്ത് അയ്യപ്പനെ ദർശിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ശുദ്ധിക്രിയ നടത്തിയ സാഹചര്യം. ഇപ്പോൾ വിശദീകരണം നൽകാൻ സമയപരിധി നീട്ടി നൽകുന്നതിലേക്ക് ഉള്ള ഒരു നിരീക്ഷണങ്ങൾ ഏത് തരത്തിലായിരുന്നു? വിശദാംശങ്ങൾ. തീർച്ചയായും ക്രിസ്റ്റി, നമുക്കറിയാം ജനുവരി 2-ാം തീയതിയാണ് കനകദുർഗയ്ക്ക് ബിന്ദുവും ശബരിമലയിൽ ദർശനം നടത്തിയത്. ആ ദിവസം തന്നെ മുഖ്യമന്ത്രി അതിനെ തുടർന്ന് ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു തന്ത്രി ശുദ്ധിക്രിയകൾ നടത്താൻ വേണ്ടി ക്ഷേത്രനട അടച്ചത്. ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും ഒപ്പം തന്നെ ദേവസ്വം കാനൂന്റെയും ലംഘനമാണെന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് യോഗം ചേർന്നുകൊണ്ട് തന്ത്രിയോട് വിശദീകരണം തേടാൻ തീരുമാനിച്ചിരുന്നത്. വിശദീകരണത്തിന്റെ ദിവസം 15 ദിവസം ഇന്ന് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് അത് വീണ്ടും ഇപ്പോൾ 15 ദിവസത്തേക്ക് കൂടി സാവകാശം നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്ത്രി ദേവസ്വം ബോർഡിനോട് ഈ രീതിയിൽ തനിക്ക് സാവകാശം 15 ദിവസത്തേക്കുള്ള സാവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ശബരിമലയിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ കാരണം ഈ രീതിയിൽ സാവകാശം നൽകണം എന്നായിരുന്നു ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ 17-ാം തീയതി ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ബോർഡ് കൈക്കൊണ്ടത്. ഇന്നു മുതൽ 15 ദിവസത്തേക്കാണ് ഇത്തരത്തിൽ തന്ത്രിക്ക് സാവകാശം നൽകിയിരിക്കുന്നത്. യുവതീ പ്രവേശനത്തെ തുടർന്ന് സന്നിധാനത്ത് ശുദ്ധികലശം നടത്തിയ തന്ത്രിക്ക് വിശദീകരണം നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 15 ദിവസത്തെ സാവകാശം കൂടെ നൽകി. വിശദാംശങ്ങൾ നൽകിയത് ഷീജയാണ്. മുനമ്പം തീരത്ത് നിന്ന് പുറപ്പെട്ട സംഘം ഇന്ന് ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടന്നതായി സൂചന. ബോട്ടിൽ കരുതിയിരുന്ന ഭക്ഷണ വസ്തുക്കളും ഇന്ധനശേഖരവും തീർന്നതാണ് കാരണം. 230 അംഗ സംഘത്തിന്റെ ലക്ഷ്യം ന്യൂസിലൻഡാണെന്നും പോലീസ് കരുതുന്നു. മനുഷ്യക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളതിനാൽ നയതന്ത്ര ഇടപെടലുകൾക്കുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ഭൂമിക്ക് ഉടമസ്ഥാവകാശമെന്ന മലയോര കർഷകരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇടുക്കി ജില്ലയിൽ നാളെ പട്ടയമേള. കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ 1000-ലധികം കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. വൈദ്യുത വകുപ്പ് മന്ത്രി എം മണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ മേള ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് 6 പതിറ്റാണ്ടുകൾ പിന്നിട്ടുവെങ്കിലും ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ കർഷകരുടെ കൈവശ ഭൂമിക്ക് പട്ടയം എന്ന ചിരകാല സ്വപ്നം ഇപ്പോഴും പൂർണ്ണമായും പൂവണിഞ്ഞിട്ടില്ല. അർഹരായ മുഴുവൻ കൈവശക്കാർക്കും പട്ടയം നൽകുക എന്ന ഇടത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് പട്ടയമേള നടത്തുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ജില്ലയിൽ നടത്താൻ പോകുന്ന 3ാമത്തെ പട്ടയമേളയാണിത്. ആദ്യ 2 ഘട്ടങ്ങളിലായി 14,354 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം അടിമാലി മന്നാങ്കണ്ടം വില്ലേജിലെ 14-ാം മൈൽ മുതൽ നേര്യമംഗലം വരെ വസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ പട്ടയമേളയ്ക്കെന്ന് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു പറഞ്ഞു. നമ്മൾ ഇടുക്കി ജില്ലയെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ പട്ടയമേള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളെല്ലാം തുടങ്ങിയ കാലം തൊട്ട് എല്ലാ വർഷവും ഈ പട്ടയമേള കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആളുകളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നുള്ള സ്വാഭാവികമായിട്ടും പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ്. അപ്പം അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിക്സഡ് ടാർഗറ്റിനകത്ത് ഇത് തീർക്കാനുള്ള ഒരു നടപടിയിലേക്ക് തന്നെ മുമ്പോട്ട് പോകണം. MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, MLA-മാരായ S രാജേന്ദ്രൻ, ES ബിജിമോൾ, PJ ജോസഫ്, റോഷി അഗസ്റ്റിൻ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്.
പൊതുജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ടുള്ള ഒരു സമരവും കേരളത്തിൽ വിജയിച്ചിട്ടില്ലെന്ന് കാനം രാജേന്ദ്രൻ. അർദ്ധരാത്രിയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളല്ല. ആർക്കും ഹർത്താൽ പ്രഖ്യാപിക്കാവുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു പ്രസ്താവന കൊണ്ട് മാത്രം ഹർത്താൽ നടത്താവുന്ന അവസ്ഥയാണ് കേരളത്തിലെന്നും കാനം കൊച്ചിയിൽ പറഞ്ഞു. ജനുവിനായിട്ടുള്ള സമരങ്ങൾക്ക് എതിരായിട്ട് ജനങ്ങളിൽ വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇത്തരം സംഘടനകൾ ചെയ്യുന്നത്. ഞാനിവിടെ പറഞ്ഞല്ലോ, 48 മണിക്കൂർ പണിമുടക്ക് നടത്തിയത് 6 മാസക്കാലം മുമ്പ് പ്രഖ്യാപിച്ച് 11 സംഘടനകൾ രാജ്യവ്യാപകമായി പ്രചാരം നടത്തി ഇട്ടാണ് പണിമുടക്ക് നടത്തിയത്. അപ്പോൾ അർദ്ധരാത്രി 1:30 മണിക്ക് പ്രഖ്യാപിച്ച് രാവിലെ 6 മണിക്ക് മനുഷ്യനെ വഴി തടയുമ്പോൾ ഈ സമരവും ആ സമരവും ഒരുപോലെയാണെന്ന് വ്യാഖ്യാനിക്കും. സ്ത്രീകളെ വീട് കയറി മർദ്ദിച്ച RSS പ്രവർത്തകരെ പിടിക്കാതെ പോലീസ് ഒത്തുകളിക്കുന്നതായി ആരോപണം. പൂന്തുറ SI സജിൻ ലൂയിസിനെതിരെയാണ് ആരോപണവുമായി CPIM രംഗത്തെത്തിയത്. ആദ്യമുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീകളെ പോലീസിൽ പരാതി നൽകിയെന്നറിഞ്ഞ് വീണ്ടും ആക്രമിച്ചിട്ടും നടപടിയെടുത്തില്ല എന്നാണ് ആക്ഷേപം. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വനിതാ മതിലിൽ പങ്കെടുത്ത മുട്ടത്തറ സ്വദേശിയായ ബിന്ദുവിനെ ഭർത്താവും RSS പ്രവർത്തകനുമായ ബൈജു മർദ്ദിച്ചു. ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിനാണ് മർദ്ദിച്ചത്. ഇത് തടയാനെത്തിയപ്പോഴായിരുന്നു ബന്ധുവായ അശ്വതിക്ക് നേരെ ആക്രമണമുണ്ടായത്. ബൈജുവും സുഹൃത്തുക്കളുമായ വിജിത്, കണ്ണപ്പൻ എന്നിവർ ചേർന്ന് മൃഗീയമായി ബിന്ദുവിനെയും അശ്വതിയെയും മർദ്ദിച്ചു. കത്തികൊണ്ട് ബിന്ദുവിന്റെ മുടിയുടെ ഒരു ഭാഗം വെട്ടിയെടുത്തു. ഇതിൽ പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ബിന്ദുവിനോടും അശ്വതിയോടും പൂന്തുറ SI സജിൻ ലൂയിസ് തണുപ്പൻ പ്രതികരണം നടത്തി മടക്കിവിട്ടു എന്ന ആക്ഷേപമുണ്ട്. പോലീസ് പരാതി വാങ്ങി ഇരുവരെയും മൊഴി രേഖപ്പെടുത്താതെ പറഞ്ഞുവിട്ടു. പരാതി നൽകിയതറിഞ്ഞ് ഇവർ വീണ്ടും സംഘടിച്ചെത്തി വീണ്ടും സ്ത്രീകളെ മർദ്ദിച്ചു. പ്രതികളിരുന്ന് മദ്യപിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടും പോലീസ് പ്രതികളെ പിടികൂടാൻ തയ്യാറായില്ലെന്നാണ് CPIM കമലേശ്വരം ലോക്കൽ കമ്മിറ്റി ആരോപിക്കുന്നത്. പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചതിന് അപമര്യാദയോടെ തന്നോട് പെരുമാറിയതായും ലോക്കൽ സെക്രട്ടറി V ഷാജി ആരോപിച്ചു. ഇതാണ് ഒരു സമീപനം. 9 മണിയായി, ഇതുവരെയും ആ കേസ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ സ്പോട്ടിൽ ഇതുവരെ പോയിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിലാണ് അവസ്ഥയെങ്കിൽ മുമ്പോട്ടുള്ള പോക്ക് എന്തായിരിക്കും? സ്ഥിരമായി ബൈജു തന്നെ ഉപദ്രവിക്കുന്നതായി ബിന്ദുവും വെളിപ്പെടുത്തി. ഇനി അടിയുള്ള മയ്യായിരിക്കും. 15 വർഷം കൊണ്ട് ഈ ദേവ ഉപദ്രവമാണ്. എൻ്റെ കൊച്ചിനാണെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ സമ്മതിക്കൂല. അതിന് രാവിലെ ട്യൂഷന് പോകാനും പറ്റൂല. വൈകിട്ട് 5 മണിക്ക് നടന്ന ആദ്യ സംഭവത്തിനു ശേഷം സ്ത്രീകൾക്ക് സുരക്ഷ നൽകിയിരുന്നെങ്കിൽ രണ്ടാമത്തെ ആക്രമണം ഉണ്ടാകുമായിരുന്നില്ല. വിവാദമായതിനു ശേഷം രാത്രി 9 മണിയോടെയാണ് സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായത്. പൂന്തറ സ്റ്റേഷനിലെ SI സജിൻ ലൂയിസ് മുമ്പും RSS പ്രവർത്തകർ പ്രതികളാവുന്ന കേസുകളിൽ മൃദു സമീപനമെടുക്കുന്നതായ ആക്ഷേപമുണ്ട്. SIക്കെതിരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് CPIM നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSRTCയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിക്കും. രാവിലെ 10 മണിക്കാണ് സമരം ആരംഭിക്കുക. പിരിച്ചുവിടപ്പെട്ട തങ്ങളെ പുനർവിന്യസിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. വിശദാംശങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, എംപാനൽ ചെയ്യപ്പെട്ട ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് സംയുക്തമായി നടത്തുന്ന കിടന്ന് ഉള്ള ഒരു പ്രതിഷേധം, അത് ഏത് തരത്തിലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. KSRTC എംപാനൽഡ് ജീവനക്കാരെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പിരിച്ചുവിട്ടിരുന്നു. ഏതാണ്ട് 3800-4000-ഓളം ജീവനക്കാരെയാണ് അത്തരത്തിൽ പിരിച്ചുവിട്ടത്. ഇവർ തങ്ങളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്ത് ആയിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അല്പം മുൻപ് ഇവർ സമരം ആരംഭിച്ചിട്ടുണ്ട്. ജീവനക്കാരും ഒപ്പം അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നാണ് അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ ശയന പ്രദക്ഷിണത്തോടു കൂടിയാണ് സമരം ഇവർ ആരംഭിച്ചത്. 24-ാം തീയതി വരെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുക. അതിനുശേഷം 25-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിയമസഭയ്ക്ക് മുന്നിലേക്ക് സമരം മാറ്റും എന്നാണ് സമരസമിതി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. 4000-ഓളം വരുന്ന ജീവനക്കാരെയാണ് നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പിരിച്ചുവിട്ടത്. ഇവരിൽ പലരുടെയും അവസ്ഥ വളരെ മോശപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. ജീവിക്കാൻ മാർഗമില്ലാത്ത സാഹചര്യവും ഉണ്ട്. ഇവരെ തിരിച്ചെടുക്കുന്ന കാര്യം പരിശോധിക്കാൻ പല രീതിയിൽ സർക്കാർ പരിശോധിക്കുന്നുണ്ട്. കാരണം PSCയിൽ നിന്നും ഏതാണ്ട് അഡ്വൈസ് മെമ്മോ ലഭിച്ച 1800-ഓളം പേർ ഇപ്പോൾ KSRTCയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന ഒഴിവിലേക്ക് എംപാനൽഡ് കണ്ടക്ടർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച്
സാഹചര്യം ഏത് രീതിയിൽ അവരെ പരിഗണിക്കാം എന്നത് സംബന്ധിച്ച് സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഗതാഗത വകുപ്പും സർക്കാരും പരിശോധിച്ച് വരികയാണ്. ഇവരോട് സർക്കാരിന് അനുഭാവപൂർവമായിട്ടുള്ള ഒരു നിലപാടാണ് ഉള്ളത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിരിച്ചുവിടാൻ നിർബന്ധിതമായത്. വ്യക്തമാണ് ദിനകർ. KSRTCയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും സംയുക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന കിടന്നുള്ള പ്രതിഷേധം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ദിനകറാണ്.